പിന്നെ എന്താ ഡ്യൂട്ടി? നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഡ്യൂട്ടി ദിക്ർ, സലാത്ത്, ഖുർആനോത്ത്, ഇൽമു പറയാ, കേൾക്കുക, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളല്ലാതെ വേറെ ഒരു കാര്യത്തിനും പള്ളി ഉപയോഗിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പള്ളിയിൽ നിന്ന് നിക്കാഹ് നടത്താൻ പാടില്ല എന്നല്ല. നിക്കാഹ് പള്ളിയിൽ നിന്നാലും നല്ലതാ. പക്ഷെ പഴയ കാലത്ത് പള്ളിയിൽ നിന്ന് നിക്കാഹ് നടക്കൽ വളരെ കുറവാ അല്ലേ? പള്ളിയിൽ നിന്ന് നിക്കാഹ് നടക്കൽ ഇവിടെ ഒക്കെ കൂടുതലുണ്ടോ? കുറവല്ലേ? അധികവും വീട്ടിൽ നിന്ന് നടക്കുക. അതെന്തേ അങ്ങനെയായത്? ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ കേരളക്കാർ, ഇവിടെ കേരള കർണാടക ഈ കേരളക്കാർക്ക് പള്ളിയിലെ അച്ചടക്കം കുറവാണ്. ഞാനും കേരളക്കാരനാട്ടോ, നിങ്ങൾക്ക് വിഷമം തോന്നണ്ട. പള്ളിയിൽ അച്ചടക്കം കുറവാണ് കേരളക്കാർ. നിങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി നോക്ക്, പള്ളി കയറിയ പിന്നെ ഒരു അക്ഷരം മിണ്ടൂല ഒരൊറ്റ കുട്ടി. നമ്മളോ പള്ളിയിൽ നിന്നുള്ള എല്ലാ സൊറയും പള്ളിയിൽ നിന്ന് പറയും. അതുകൊണ്ട് നമ്മുടെ പഴയകാല ആലിമീങ്ങള് അതിന് കൂടുതൽ പ്രചോദനം നൽകിയില്ല എന്നാ തോന്നുന്നത്. എന്തിന്? പള്ളിയിൽ നിക്കാഹാക്കാൻ. കാരണം പള്ളിയിൽ നിക്കാഹാക്കിയാലും സുബ്ഹാനല്ലാഹ് പള്ളിയിൽ നിന്നായിരിക്കും പിന്നെ ഈ നിക്കാഹുമായിട്ട് ബന്ധപ്പെട്ട നമ്മളെ അഹമ്മദാജി വന്നോ, പോക്കറാജി പോയോ, മറ്റേ പുതിയാപ്പിള എത്തിയോ, ഒട്ടാകെ പള്ളിയിൽ നിന്നായിരിക്കും സംസാരം. അതുകൊണ്ടായിരിക്കാം നമ്മളെ പഴയ ആലിമീങ്ങൾ അതിന് കൂടുതൽ പ്രചോദനം നൽകാതിരുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ലാഹു അഅലം. ഞാൻ എൻ്റെ ഒരു ചിന്ത പറഞ്ഞു എന്നേ ഉള്ളൂ. പള്ളിയിൽ വെച്ച് പുണ്യമാണ് നിക്കാഹ്, നല്ലതാണ് നിക്കാഹ്. പക്ഷേ അച്ചടക്കം വേണം. പള്ളി നമുക്ക് സംസാരിക്കാനുള്ളതല്ല. മൻ അൻസദ വാലത്തൻ ഫിൽ മസ്ജിദി. ഒരാള് പള്ളിയിൽ വെച്ച് ചോദിച്ചു, എന്റെ പേന വീണുപോയി, നിങ്ങൾക്കാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എന്റെ വാച്ച് കാണുന്നില്ല, നിങ്ങൾക്കാർക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് പള്ളിയിൽ നിന്ന് ചോദിച്ചാൽ നബിതങ്ങൾ പറയാണ്, അങ്ങനെ ഒരാൾ ചോദിച്ചാൽ അപ്പൊ പറയണം ലാ റദ്ദഹ അല്ലാഹു ലക്, അല്ലാഹു അത് നിനക്ക് തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് പറയണം. എന്താ കാരണം? പള്ളി ഉണ്ടാക്കിയത് ഇവന്റെ ഈ അനൗൺസിന് വേണ്ടിയല്ല, ഇവന്റെ സാധനം വീണോ ചോദിക്കാൻ ഉണ്ടാക്കിയല്ല പള്ളി അള്ളാന്റെ ദിക്റും ദുആക്കും ഖുർആനോത്തിനും മറ്റൊക്കെ ഉണ്ടാക്കിയ ഇത് അന്വേഷിക്കാനുള്ള സ്ഥലമല്ല പള്ളി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ ഹദീസിന് ഒരു വ്യാഖ്യാനം കൂടി വേറെ ഉണ്ട് കേട്ടോ. എന്താണ്? ലാ, ഇനി മേൽ ഇങ്ങനെ പറയാൻ പാടില്ല. സാധനം വീണുപോയിട്ടുണ്ട്, പള്ളിയിൽ നിന്ന് ചോദിക്കാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. റദ്ദഹ അല്ലാഹു ലക്, ഇതേതായാലും അള്ളാഹ് തിരിച്ചു തരട്ടെ, അങ്ങനെയും അതിനർത്ഥമുണ്ട്. മനസ്സിലായില്ലേ? ലാ റദ്ദഹ അല്ലാഹു ലക് എന്ന് ഒന്നിച്ച് വായിച്ചാൽ അതിന്റെ അർത്ഥം തിരിച്ചു തരാതിരിക്കട്ടെ എന്നായി. ലാ റദ്ദഹ അല്ലാഹു ലക് എന്ന് വായിച്ചാൽ ഇനി ഇങ്ങനെ ചോദിക്കാൻ പാടില്ല, അത് അള്ളാഹ് തിരിച്ചു തരട്ടെ എന്ന് വായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ ആണല്ലോ. അപ്പൊ അവിടുത്തെ വാചകങ്ങളൊക്കെ വല്ലാത്ത അർത്ഥവ്യാപ്തിയുള്ള വാചകങ്ങളായിരിക്കും. ഈ തെറ്റിൽ നിന്ന് മനുഷ്യൻ അകന്നു നിൽക്കാൻ അത് സാധ്യതയുണ്ടാകുന്ന വിധത്തിൽ ഗൗരവത്തോടുകൂടി അത് പറഞ്ഞു. അതോടുകൂടി തന്നെ അവിടുത്തെ റഹ്മത്ത് അതിന്റെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്തു. അതിന് വിവരക്കേട് കൊണ്ട് പറഞ്ഞു ചോദിച്ചു പോയതല്ലേ, അവിടെ തിരിച്ചു കൊടുക്കാതിരിക്കുക എന്നുള്ള അർത്ഥം വരണ്ട. അതുകൊണ്ട് ഇങ്ങനെ ഒരു അർത്ഥവും കൂടി ആ വാചകത്തിന് ഉണ്ട്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അപ്പൊ പള്ളിയോട് വലിയ ബഹുമാനവും ആദരവും കാണിക്കണം. അനാവശ്യമായ സംസാരങ്ങളൊന്നും പാടില്ല. പള്ളി അള്ളാഹുവിന്റെ വീടാണ്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ. അള്ളാഹുവിന്റെ വീട് ഭരിക്കാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ? രാജാവിന്റെ വീട് ഭരിക്കുന്ന, രാജാവിന്റെ കൊട്ടാരം ഭരിക്കുന്ന ഒരു അടിമ ഉണ്ടാവോ? ഉണ്ടാവില്ലല്ലോ. അപ്പൊ പള്ളിക്ക് ഭരണാധികാരികൾ ഇല്ല. അപ്പൊ പിന്നെ നിങ്ങൾ ചോദിക്കും, നമ്മളെ പള്ളിക്കെല്ലാം പ്രസിഡന്റും സെക്രട്ടറിയും ഖജാഞ്ചിയും അതുപോലെ തന്നെ കമ്മിറ്റിയൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ മുത്തവല്ലിയില്ലേ എന്നൊക്കെ ചോദിക്കും. അത് ഭരിക്കുക എന്ന അർത്ഥത്തിലല്ല, സേവനം ചെയ്യുക എന്ന അർത്ഥത്തിലാണ്. ഞാനും കുറെ പള്ളിന്റെ പ്രസിഡന്റാ, കുറെ പള്ളിന്റെ സെക്രട്ടറിയാണ്. അതിനർത്ഥം അത് ഭരിക്കുന്ന ആളാണ് എന്നല്ല, മറിച്ച് ഞാൻ അള്ളാഹുവിന്റെ വീട്ടിന് സേവനം ചെയ്യുന്ന ഒരു സമിതിയുണ്ട്, ഒരു കമ്മിറ്റിയുണ്ട്. അതിൽ സേവനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കണം എന്ന നിലക്ക് എന്നെ ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ്. അപ്പൊ എന്റെ ഡ്യൂട്ടി ഭരണമല്ല, സേവനമാണ്. അപ്പൊ ഞാൻ പ്രസിഡന്റാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പള്ളിക്ക് സേവനം ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടാകേണ്ടത് ഞാനാണ്. പള്ളിയിൽ കൃത്യമായി ബാങ്ക് നടക്കുന്നുണ്ടോ? പള്ളിയിൽ കാർപ്പറ്റൊക്കെ നല്ല വൃത്തിയിൽ പിരിച്ചിട്ടുണ്ടോ? പള്ളിയിൽ ഹൗദിലും പൈപ്പിലൊക്കെ വെള്ളമുണ്ടോ? പള്ളിയിലേക്ക് വരുന്നത് അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് വരുന്ന അവന്റെ അതിഥികളാണ്. ആ അതിഥികൾ വരുമ്പോ അവർക്ക് പലപ്പോഴും സൗകര്യപ്പെടുത്തി കൊടുത്തിട്ടുള്ളൊരു മൂത്രപ്പുരണ്ട്. ആ മൂത്രപ്പുര വൃത്തിയുണ്ടോ? അവിടെ വെള്ളമുണ്ടോ? അതിന്റെ ക്ലോസറ്റ് അത് വെള്ള കളറിൽ തന്നെ നിലനിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് മഞ്ഞപ്പിത്തം പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളാണ് പ്രസിഡന്റ്. ആ ഉത്തരവാദിത്തമുള്ള ആളാണ് സെക്രട്ടറി.
ഞാനെന്തേനെ അങ്ങനെ പറയാൻ കാരണം, ഞാനൊരു ദിവസം ഇങ്ങനെ പോവുകയാണ് ഒരു സ്ഥലത്ത്. ഒന്ന് സ്ഥലം പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് വിഷമാവും, അതുകൊണ്ട് പറയുന്നില്ല. അങ്ങനെ പോകുമ്പോ ഒന്ന് ബാത്റൂമിൽ പോകണമെന്ന് തോന്നി. അങ്ങനെ കാറ് നിർത്തി ഞാനൊരു പള്ളീൻ്റെ അടുത്ത് ഒരു ബാത്റൂം. സുബ്ഹാനല്ലാഹ്, ക്ലോസറ്റ് കറുത്ത് വെളുത്ത ക്ലോസറ്റാട്ടോ. ഇത് ഹജറുൽ അസ്വദ് കറുത്തു പോയത് മനുഷ്യന്മാരിങ്ങനെ ചുംബിച്ചിട്ട് ആ തെറ്റുകൾ അതിലേക്ക് ലയിച്ചിട്ടാണ് എന്ന് ഹദീസിലുണ്ട്. ഇതുപോലെ ചുംബിക്കൊന്നും ചെയ്യൂലല്ലോ ഈ ക്ലോസറ്റ് കറുത്ത് ക്ലോസറ്റ് ശരിക്കും മനസ്സിലാകുന്നില്ല, ആന മാതിരി ആയിട്ടുണ്ട്. അപ്പോ ഞാൻ എന്ത് ചെയ്തു, ഇത് ഉപയോഗിക്കാനാണ് മടിയും, ഉപയോഗിക്കാണ്ട് നിവൃത്തിയില്ല. അപ്പൊ ഞാൻ ഈ നീളക്കൊപ്പായാലും കയറ്റി പിടിച്ച് വാതിലടച്ചിട്ട് ആരും കാണൂലല്ലോ. അതുകൊണ്ട് പിറ്റേന്ന് ഇപ്പൊ ഒന്നും ചെയ്തുകൂടല്ലോ, ഒക്കെ ഇതിൽ വരുമല്ലോ, വാട്സപ്പിൽ വരുമല്ലോ. അതുകൊണ്ട് വാതിലൊക്കെ അടച്ച് അത് ഞാൻ കുറച്ച് വൃത്തിയാക്കി. എന്നിട്ട് പിന്നെ ഞാനത് ഉപയോഗിച്ചു. ഞാനിത് പറഞ്ഞു വരുന്നത്, നമ്മളെ പള്ളിയുടെയും മദ്രസയുടെയും പരിസരങ്ങളിലുള്ള മൂത്രപ്പുരകളും അതുപോലെ തന്നെ ടോയ്ലറ്റുകളും ബാത്റൂമുകളൊക്കെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളെ സമുദായത്തിനൊരു ഇസ്സത്താണ്. അത് ശ്രദ്ധിക്കണം കമ്മിറ്റി അംഗങ്ങൾ. ചിലപ്പോൾ അത് വൃത്തിയാക്കാനൊക്കെ ആളെയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാവും, ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടാവും. പക്ഷേ ശ്രദ്ധിക്കാതിരുന്ന കാര്യം നടക്കൂല. ശരിക്കും ശ്രദ്ധിക്കണം, വൃത്തിയിൽ സൂക്ഷിക്കണം. പള്ളി വൃത്തിയിൽ സൂക്ഷിക്കണം. പള്ളി അല്ലാഹുവിന്റെ ഭവനമാണ്, രാജാവിന്റെ ഭവനം. മറ്റുള്ള നമ്മളെ വീടുകളെക്കാളെല്ലാം ഭംഗിയിലും വൃത്തിയിലും ആദരവിലും നിലനിൽക്കണം എന്ന ഒരു ബോധം ഈ പള്ളികൾ നടത്തിക്കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഉണ്ടാകണം. ഒരിക്കലും അല്ലാഹുവിന്റെ വീട്ടിന് ഭരണാധികാരികൾ ഇല്ല, മറിച്ച് അതിന്റെ